practical problems in union and intersection of two sets. Okay, now അപ്പം ആദ്യം നമ്മളെങ്ങനെ എഴുതിയിരിക്കുന്നത്, നമുക്കിങ്ങനെ എ മൈനസ് ബി, എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ഇതായിരിക്കും എ മൈനസ് ബി, ഇതായിരിക്കും ബി മൈനസ് എ, ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പം എ ഇൻ്റർസെക്ഷൻ ബി ഫൈ ആയിരിക്കണം, അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അതായത് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റാണ്, എക്കും ബിക്കും കോമൺ ആയിട്ടൊന്നും ഇല്ലെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇനി ഇൻ കേസ് എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ഫൈ അല്ലെന്ന് വിചാരിച്ചോ, എ ഇൻ്റർസെക്ഷൻ ബി എലമെന്റ്സ് ഉണ്ടെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി എത്രയായിരിക്കും, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇവിടെ പ്രശ്നം എന്താണ്, നമ്മൾ എൻ ഓഫ് എയും എൻ ഓഫ് ബിയും എടുക്കുമ്പോൾ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 2 തവണ കൂട്ടുന്നുണ്ട്. എയും ബിയും എടുക്കുമ്പോൾ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി 2 തവണ കൂട്ടുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്ത് കളയണം, സബ്സ്ട്രാക്ട് ചെയ്യണം. അതുകൊണ്ടാണ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എത്ര കിട്ടും, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആയിട്ട് വരും. ഇതിന് നേരെ മറിച്ച് 3 എലമെന്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് അതിൻ്റെ എത്ത് വരും, നമുക്കിതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാന്നാണ്, പ്രൂവ് ചെയ്യാന്നാണ്. ഇനി നേരെ മറിച്ച് 3 എലമെന്റ് ഉള്ളതിൻ്റെ ആണെങ്കിൽ എന്ത് വരും, ലെങ്തി ഒരു പ്രൂഫ് ഉണ്ട്, നിങ്ങൾ നോക്കണ്ട. കാരണം പ്രൂഫ് നിങ്ങൾ അവസാനം ജസ്റ്റ് ഏതാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളത് ശ്രദ്ധിക്കുക. എന്താണ് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ 3 സെറ്റ് ഉണ്ട്. എങ്ങനെയായിരിക്കും, ഇതുപോലൊരു യൂണിയൻ ഉണ്ട്, ഈ യൂണിയനുള്ളിൽ 3 സെറ്റ്. ഇത് സെറ്റ് എ, അടുത്തത് സെറ്റ് ബി, അടുത്ത ഏതായിരിക്കും സെറ്റ് സി. അപ്പം എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി, അടുത്ത എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചോണം, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. എന്തായിരിക്കും, ഏതായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്, എക്കും ബിക്കും സിക്കും. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതായിരിക്കും, ഈ സെൻട്രിക് കാണുന്ന റീജിയൻ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഈ സെൻട്രിക് കാണുന്ന റീജിയൻ ആണ് ഇതെന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ റിയൽ ലൈഫ് നമുക്ക് ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ 3 ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പം എയും ബിയും എന്താണ് കോമൺ എലമെന്റ് ഇല്ലെങ്കിൽ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ഫൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി ഫൈ ആണ്, എൻ ഓഫ് എ യൂണിയൻ ബി എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. എ ഇൻ്റർസെക്ഷൻ ബി ഫൈ അല്ലെങ്കിൽ എ യൂണിയൻ ബി എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്, എ എടുക്കുമ്പോഴും ബി എടുക്കുമ്പോഴും എ യൂണിയൻ ബി 2 തവണ എടുക്കുന്നു, എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ 2 തവണ എടുക്കുന്നു. അതുകൊണ്ടാണ് ഒരു തവണ എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ എന്ത് ചെയ്ത് കളയുന്നത്, കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. നമ്മളത് എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്നുള്ളത് നോക്കുക. അതായത് ഇത് ശ്രദ്ധിച്ചാലേ അറിയാം, നമ്മളതിനെ ജസ്റ്റ് ഏതാണ് എ മൈനസ് ബിയും ബി മൈനസ് എയും ഡിസ്ജോയിന്റ് സെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കാണുന്ന ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്കതിനെ എങ്ങനെ എഴുതുന്നതിന് വേണ്ടി സാധിക്കും, ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക, ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പം എ യൂണിയൻ ബിക്ക് വരാം, നമുക്കത് എഴുതാം എ മൈനസ് ബി, അതാണ് എ മൈനസ് ബി. എ ഇൻ്റർസെക്ഷൻ ബി, അതാണ് നടുക്കത്തെ കളനം. ബി മൈനസ് എ, ഇതാണ് ബി മൈനസ് എ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പം എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ്. എന്താണ്, ഒരു എ ഇൻ്റർസെക്ഷൻ ബി ആഡ് ചെയ്യുകയും ചെയ്തു, ഒരു എ ഇൻ്റർസെക്ഷൻ ബി എന്ത് ചെയ്യുകയും ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പം എൻ ഓഫ് എ യൂണിയൻ ബി, ശ്രദ്ധിക്കുക എന്താണ് എൻ ഓഫ് എ യൂണിയൻ ബി, ഞാനിവിടെ എൻ ഓഫ് എ മൈനസ് ബി, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എൻ ഓഫ് ബി മൈനസ് എ, ഇങ്ങനെ 3 സെപ്പറേറ്റ് റീജിയൻ ചേരുന്നതാണ് എൻ ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ എ മൈനസ് ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി മൈനസ് എ, എന്നിട്ട് എ ഇൻ്റർസെക്ഷൻ ബി ആഡ് ചെയ്യുകയും ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എന്താക്കി മാറ്റാം. അപ്പം ഈ എൻ ഓഫ് എ മൈനസ് ബിയുടെ കൂട്ടത്തിൽ ഈ ഒരു എ ഇൻ്റർസെക്ഷൻ ബിയും കൂടെ കൂടിയതാൽ അത് എന്തായി മാറും, എൻ ഓഫ് എ ആയിട്ട് മാറും. ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക, ഞാനിതിലെ ഗ്രീൻ കളർ, ഈ എൻ ഓഫ് എ മൈനസ് ബിയും ഈ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും ചേർന്ന് എനിക്ക് എന്തായിട്ട് മാറുന്നു, എൻ ഓഫ് എ ആയിട്ട് മാറുന്നു. അടുത്ത ശ്രദ്ധിക്കുക, ഈ ഒരു എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും ഈ എൻ ഓഫ് ബി മൈനസ് എയും
കൂടെ ചേർന്ന് എനിക്ക് എന്തായി മാറുന്നു? എൻ ഓഫ് ബി ആയിട്ട് മാറുന്നു. പിന്നെ ആരാണ് മിച്ചമുള്ളത്? മിച്ചമുള്ളത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ആ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അവിടെ വരുന്നു. ഇതുപോലെ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്തത്? എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് എന്താണ്? അപ്പം ഇത് ജസ്റ്റ് നമുക്ക് വിഷ്വലി ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള എക്സ്പ്രഷൻ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ മൈനസ് ബി എന്ന് പറഞ്ഞ ഒരു റീജിയൻ ആണ്. എ ഇന്റർസെക്ഷൻ ബി നടുക്കത്തെ റീജിയൻ ആണ്. ബി മൈനസ് എ തേർഡ് റീജിയൻ ആണ്. ഞാൻ അതിന് എന്ത് ചെയ്തു? ഒരു എ ഇന്റർസെക്ഷൻ ബി വെച്ച് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ഒരേ എക്സ്പ്രഷൻ വെച്ച് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അടുത്ത ശ്രദ്ധിക്കണം, ഈ എ മൈനസ് ബിയും എന്താണ് എ ഇന്റർസെക്ഷൻ ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എ കിട്ടും. ശ്രദ്ധിക്കുക, ഏതാണ് എ മൈനസ് ബി എന്ന് പറയുന്ന റീജിയനും ഈ കാണുന്ന എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന റീജിയനും ഏതാണ്? ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഗ്രീനിലുള്ള ഏത് കിട്ടും? അതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്? എൻ ഓഫ് എ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നത് ഇതാണ്. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആ എൻ ഓഫ് ബി മൈനസ് എയും ആ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് കിട്ടും? അത് ശ്രദ്ധിക്കുക, ഏതാണ് എൻ ഓഫ് ബി മൈനസ് എയും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഈ ഒരു റീജിയനിലോട്ടാണ് പോകുന്നത്. അത് എന്തിന് ഇക്വലന്റ് ആണ്? ബിക്ക് ഇക്വലന്റ് ആണ്. അതുകൊണ്ടാണ് എനിക്കത് എൻ ഓഫ് ബി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് എനിക്ക് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പിന്നെ തുറക്കം കിട്ടുന്ന മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി, എ ഇന്റർസെക്ഷൻ ബി മൈനസ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. കറക്റ്റ് അല്ലേ? അതേതായിരിക്കും? നമുക്ക് അതിന് പ്രൂഫ് ആയിട്ട് എഴുതാം. അതായത് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്നുണ്ട്. എ ബ്ലൂ, ബി ഗ്രീന്, സി യെല്ലോ. ഈ കോമൺ സെൻറ്റർ വരുന്നതായിരിക്കും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, ഓരോന്നും ശ്രദ്ധിക്കുക. നൗ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇത്. ഈ രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള റീജിയൻ ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പം ഞാനിവിടെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7. അപ്പം ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7, അങ്ങനെ 7 റീജിയൻ ഉണ്ട്. ഓക്കെ, അടുത്തത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 1 പ്ലസ് 2 വരും. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? 1 പ്ലസ് 4 വരും. എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വരും? 3 പ്ലസ് 1 വരും. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ഏത് വരും? 1 മാത്രം വരും. ഓക്കെ, എൻ ഓഫ് എ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഏതൊക്കെ വരും? ഞാൻ എക്സാമ്പിൾ മാത്രം ഒരെണ്ണം മാത്രം പറയുകയാണ്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 5, അത്രയും റീജിയൻ ചേർന്നായിരിക്കും എ. അതുപോലെ തന്നെ നമുക്ക് ബിയും, ഇവിടെ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 6. സി എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 7. ഓക്കെ, അതിലെ ഓരോ റീജിയനും ഞാനിവിടെ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ 1 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഏതായിരിക്കും? 3 പ്ലസ് 1. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഏതായിരിക്കും? 4 പ്ലസ് 1. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 പ്ലസ് 2. അതുപോലെ എൻ ഓഫ് എ എന്ന് പറയുന്നത് ഇത് 4 റീജിയന് ചേരുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, എസ് ആൻഡ് ടി ഹാവ് 2 സെറ്റ് സച്ച് ദാറ്റ് എസ് ഹാസ് 21 എലമെന്റ്, ടി ഹാസ് 32 എലമെന്റ്. അങ്ങനെ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 21. എൻ ഓഫ് ടി എന്ന് പറയുന്നത് എത്ര കിട്ടും? 32. അങ്ങനെയാണ് എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് എത്ര കിട്ടും? 11. നമ്മളുടെ എസ് യൂണിയൻ ടി ആണ്. എൻ ഓഫ് എസ് യൂണിയൻ ടിയുടെ ഇക്വേഷൻ എത്രയാണ്? എൻ ഓഫ് എസ് യൂണിയൻ ടി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും?
എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 21 പ്ലസ് 32 മൈനസ് 11. ഇപ്പം എത്ര കിട്ടും? is equal to 42. ഓക്കെ, എങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്? ഇത് 10 ആണ്, ഇത് 11 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടണം? 21. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആവും. എന്തുകൊണ്ടാണ്? 11 കോമൺ. എസ് ഇൻ്റർസെക്ഷൻ ടി 11 എലമെൻ്റ് ഉണ്ട്. എസിൽ മൊത്തം 21 ആണ്. 11 പ്ലസ് 10 21 ആണ്. ഇതിൽ മൊത്തം 32 ആണ്. 21 പ്ലസ് 11 എത്ര കിട്ടും? 32. അപ്പോൾ ഇത് എത്രയാണ്? നമുക്ക് ആൻസർ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്.